ഇപ്പൊ കുട്ടികളോട് നമ്മൾ ഏറ്റവും ഉദാഹരണത്തില് കുട്ടികളോട് ഒരു കാര്യത്തിന് ദേഷ്യപ്പെടുകയാണെങ്കിൽ നമ്മളങ്ങനെ ദേഷ്യം കൊണ്ട് കണ്ണു കാണാത്ത അവസ്ഥയൊന്നും അല്ല. അവരത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് മാത്രമേ നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ വേറെ നമ്മൾക്കത് അഫക്ട് ചെയ്യൊന്നും ചെയ്യാറില്ല. ഇതിലൊക്കെ നമ്മൾ അറിയേണ്ടത് ഭഗവാൻ കൃഷ്ണൻ പോലും അർജുനോട് യഥേച്ഛതി തഥാഗുരു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ നല്ലപോലെ വഴക്കോടുകൂടിയാ തുടങ്ങിയത്. എന്റെ പല വീഡിയോകളിലും എന്റെ കുട്ടികളെ ഞാൻ ചിലപ്പോൾ നല്ലവണ്ണം വഴക്ക് പറയുന്നത് കാണും. അതിനിടയിൽ ചില വളരെ ഹാർഷായിട്ടുള്ള കമന്റുകളും ഞാൻ കാണാറുണ്ട് എന്നെ കുറിച്ച്. നമുക്കതൊന്നും ബാധകമല്ല. കാരണം അവസാനം എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതിനേക്കാളും പ്രകോപനപരമായ കാര്യങ്ങൾ നിങ്ങൾ മുന്നിൽ കാണുമ്പോഴും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നേരിട്ട് പരിചയമുള്ള സുനിതയുണ്ട്, ആതിരയുണ്ട്, കവിതയുണ്ട്. കവിതയൊക്കെ ചെറിയ കുട്ടിയായിട്ട് ബികോം പഠിക്കുമ്പോൾ എന്റെ സ്റ്റുഡന്റാണ്. ഒരേ ടേബിളിന്റെ മുമ്പിൽ ഒരാൾ ബികോമും ഒരാൾ എംകോമും 12ാം ക്ലാസ് ഇരുന്ന് ഞാൻ പഠിപ്പിക്കാറുണ്ട്. അല്ലേ കവിത? അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അവരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ എത്രയോ കാലം മുമ്പ് 10-15 അപ്പൊ അങ്ങനെ കുറെ പേർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. നമ്മൾ ഭഗവത്ഗീത പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. 8ാം അധ്യായം വരെ ലക്ഷ്മി എന്ന് ഒരാൾ കേൾക്കാനുണ്ടായത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയി എന്നല്ലാതെ മലയാളത്തില് അതിനുശേഷം അത് തുടർന്നു പോകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ലക്ഷ്മിക്ക് മടുത്തതാണോ അല്ല ആ വീഡിയോ റെക്കോർഡ്, നമ്മുടെയൊക്കെ ആഗ്രഹം അതാണ്. പലപ്പോഴും അതാ പറയാം, പഠിക്കാൻ താല്പര്യമുള്ളവര് കേൾക്കുമ്പോഴാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. രാംദാസ് കണ്ണൂര്. അതെ അതെ. ഇപ്പം സജിത പറഞ്ഞവര് പറയണ്ടായി ഞാന് കുട്ടികളെ നന്നാവാൻ വേണ്ടിയിട്ടാണ് അടിക്കാറ് എന്നൊക്കെ പറഞ്ഞു കേട്ടുമ്പോ ഞാൻ എനിക്കൊരു അഭിപ്രായം പറയട്ടെ. അപ്പൊ യദ്ഭാവം തദ്ഭാവതി എന്നാണ് സാധാരണ. ഭവതി എന്നാണ് എന്താണോ ഏത് ഭാവത്തിലാണോ ഏത് കാര്യം ചെയ്യുന്നത് അതാണ് സംഭവിക്കുക എന്നാണ് സാധാരണ പറയാറുള്ളത്. അപ്പോ കുട്ടി ചുമരുമ്പില് വരച്ചിട്ടു, എനിക്കത് കണ്ടപ്പം ദേഷ്യം വന്നു. ഭാര്യയ്ക്ക് ദേഷ്യം വന്ന് എനിക്കത് ദേഷ്യം വന്നു. ഞാൻ കുട്ടിയെ പിടിച്ച് നല്ലോണം അടിച്ചു. ആ അടിക്കുന്ന സമയത്തൊന്നും ഞാൻ ഈ കുട്ടി ചുമരുമ്പില് വരയ്ക്കരുതെന്നും കുട്ടി നന്നാവണം എന്നുള്ള ബോധമൊന്നും അന്നേരം ഉണ്ടായിട്ടില്ല. എന്റെ ദേഷ്യം തീർക്കുക മാത്രമേ ചെയ്യൂ. ആണോ അല്ലയോ? അതെ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ടും ഉണ്ടാകും. വേണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും നടിക്കണ്ടായിരുന്നു എന്നൊക്കെ റിഗ്രറ്റ് ചെയ്തിട്ടും ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും അത് നോക്കിക്കണ്ട് ആസ്വദിക്കാനും അതിനുശേഷം വിളിച്ചിട്ടൊന്ന് ഗുണദോഷിക്കാനുള്ള ഒരു ക്ഷമയൊന്നും ചിലപ്പോൾ അമ്മമാര് കാണിക്കാറില്ല. എത്രയോ ആൾക്കാരെ അങ്ങനെയാണ് പലപ്പോഴും കണ്ട്. അങ്ങനെ കുറെ അടി വാങ്ങിച്ച ആളാണ് ഞാൻ. അല്ല, ഇതൊക്കെ ക്ലാസ്സിൽ പറയാൻ സുഖമുണ്ടാവും രാംദാസ്. ജീവിതത്തിൽ അവനവന്റെ ആവശ്യം വരുമ്പോഴേ അതൊക്കെ മനസ്സിലാവുള്ളൂ. സംഭവിച്ചത് ഇതല്ലേ എന്നാണ്. എല്ലാ അമ്മമാർക്കും എല്ലാ അച്ഛന്മാർക്കും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്നാ പറയുന്നത്. നമ്മൾ തിയറി സ്റ്റേജിൽ കയറിയിട്ടൊക്കെ പറയാം, എന്നിട്ട് അയാളും വീട്ടിൽ പോയിട്ട് അതന്നെ ചെയ്യാം. അതന്നെ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇത്രയും അടി കിട്ടിയിട്ടും ഞാൻ ഇന്ന് വരെ 16ന്റെ ഗുണോത്സവം പഠിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് ഈ അടി കിട്ടിയതിന്റെ ദേഷ്യം തീർക്കലായിരുന്നു. എനിക്ക് അന്നേ എനിക്കറിയാം എന്തിനാ എന്നിങ്ങനെ അടിച്ചതെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ അടി കൊണ്ട് കൊടേനെ കൊണ്ട് എടുത്ത് കൊടയെടുത്ത് അടിച്ച് കൊടേന്റെ കാല് കുത്തി എന്നാ മരത്തിന്റെ കുഴിയായി. അല്ല, പക്ഷെ രാംദാസ് എന്ന് പറയുമ്പോ ഉള്ള ഈ രാംദാസിന്റെ പ്രായം ആ അമ്മ അടിക്കുന്ന സമയത്ത് ചിലപ്പോ അമ്മക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. മെച്യൂരിറ്റി എന്ന് പറയുന്നത് പ്രായം കൊണ്ടുവരുന്നതാണ്. അപ്പൊ പലപ്പോഴും ആ സമയത്ത് അവരുടെ കഷ്ടപ്പാട് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത്, ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ കാണിക്കണം. നമ്മളൊക്കെ ഓരോ ക്യാരക്ടർ ആവാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ട്. അപ്പൊ വളരെ ജനറലൈസ് ചെയ്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ആവാനും ഇങ്ങനെ ആയിരുന്ന ആളല്ല ഇപ്പോഴിങ്ങനെ ആവാനും നാളെ എങ്ങനെയാവും എന്നുള്ളതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ്. ഇപ്പൊ എന്നെ തന്നെ കണ്ടിട്ടുള്ള കുറെ പേര് പല കാലഘട്ടങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ കാണുന്നവരും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഭാവമാണ്. ഇതൊന്നും വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. മക്കളെടുത്ത് നമുക്ക് അധികാരമുള്ളത് കൊണ്ടാണ് മക്കളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതും. മക്കൾ തന്നെ ആവണമെന്നില്ല. ആതിരക്കൊക്കെ അറിയാം, എന്റെ കൂടെ ക്യാമ്പിന് വരുന്ന എല്ലാ പിള്ളേരെയും ഞാൻ നല്ലപോലെ മക്കളെക്കാളും ചിലപ്പോൾ ശിക്ഷിച്ചിട്ടുണ്ടാവും. അതിനുള്ള അധികാരം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ്. അധികാരം എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുന്നതും അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹവുമാണ്.
അതേ സമയത്ത് നമ്മളോട് അത്ര സ്നേഹം കാണിക്കാത്ത ഒരാളെ ഇഗ്നോർ ചെയ്യാം. അപ്പൊ ഒരമ്മ മക്കളുടെ അടുത്ത് വല്ലതും ഇടപെടുന്നുണ്ടെങ്കിൽ, ഇഗ്നോർ ചെയ്യപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അത്രയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ പതിവാണ് സാധാരണ. അത് ഓരോ കൾച്ചറിന്റെ ഭാഗമാണ്. ഈ അടിക്കുക, വഴക്ക് പറയാന്നൊക്കെ ഉള്ളത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല. അമേരിക്കയിൽ അങ്ങനെ ചെയ്ത ഉടനെ അമ്മേനെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യൂലേ? ഒന്ന് ഉറക്കെ പറഞ്ഞാൽ മതിയല്ലോ, ഉടനെ അയാൾ ഡയൽ ചെയ്യല്ലോ. ഇനി ഇപ്പൊ അതും വേണ്ട, പല വീട്ടുകളിലും വാച്ചുകൾ അടക്കമുണ്ട്. ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്തിട്ടുള്ള മിഷൻ ഉണ്ട്. അത് ഉടനെ സൈറൻ അടിക്കും, ഫയർഫോഴ്സ് വരും, അമ്മയെ അങ്ങനെ തന്നെ തൂക്കിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ അച്ഛനെ അങ്ങനെ തന്നെ തൂക്കിക്കൊണ്ടുപോകും. അപ്പൊ അതാണ് സ്ഥിതി. നമ്മുടെ കയ്യിൽ കെട്ടിരിക്കുന്ന വാച്ച് BP മെഷർ ചെയ്യുന്നത് ഇപ്പം ഇൻഷുറൻസ് കമ്പനിയായിട്ട് കണക്റ്റഡ് ആണ്. BP കൂടിയാൽ എനിക്ക് BP ഇല്ല, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയാൻ അധികാരമില്ല. നേരെ അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങും. അതാണ് ലോകം. ആംബുലൻസ് വീട്ടിലെത്തും. അതാണ് ലോകം. അപ്പൊ നമ്മൾ ആ ലോകത്തല്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോഴും നമുക്ക് സോഷ്യലി കുടുംബപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ നമ്മൾ റിലവന്റ് ആണ്. ആ റിലവൻസ് അല്ലെങ്കിൽ ഇപ്പം ഇതൊന്നും നടക്കില്ല. നമ്മുടെ TV തുറന്നാൽ ഇപ്പൊ കണ്ണൂർ അമ്പലത്തില് ഇന്നലെ മോഷ്ടിച്ചു എന്നുള്ളത്, എനിക്കിപ്പോ എന്താ പ്രശ്നം എന്ന് ആലോചിക്കില്ലേ? അമേരിക്കയിൽ അങ്ങനെയുള്ള ന്യൂസേ വരില്ലല്ലോ. അമേരിക്കയിൽ അങ്ങനെയുള്ള ന്യൂസ് വരില്ല. കാരണം എവിടെയെങ്കിലും മോഷ്ടിച്ചാൽ പോലീസ് ഏറ്റെടുത്തോളൂ. നിങ്ങൾ എന്തിനാ അത് അറിയിക്കുന്നത് ബാക്കിയുള്ളവരെ? ഓരോ സ്ഥലത്തും കൾച്ചർ ഡിഫറെന്റ് ആണ്. ഇതൊക്കെ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. മക്കളെ വളർത്തുക, എന്റെ വഴിയിൽ കൊണ്ടുവരിക, ഞാൻ പറഞ്ഞത് കേൾപ്പിക്കുക എന്നൊക്കെയുള്ള ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു കാലം കൂടി അതൊക്കെ നിൽക്കുമായിരിക്കും. മക്കള് നമ്മളെ തിരിച്ചടിക്കാത്തൊരു കാലവും അറസ്റ്റ് ചെയ്യാത്തൊരു കാലവും വരട്ടെ, നമ്മൾ ചാവുന്നത് വരെ എന്ന് പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ പോലെ ഈ വൈബ് ഭയങ്കര വ്യത്യാസം വരുന്ന തലമുറ. അതെ. എന്തെങ്കിലും ചോദ്യം?